ഹലോ ഫ്രണ്ട്സ്, ഇതാണ് മുള്ളാത്ത എന്ന് പറയുന്നതിൻ്റെ പൂ. ആനമുന്തിരി എന്ന് പറയും, മുള്ളാത്ത എന്നും പറയും. പണ്ടൊക്കെ തൊടിയിലും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും വീട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒന്നും കാണാറില്ല, ഇപ്പോൾ അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ ചില കടയിലൊക്കെ ഇരിക്കുന്ന കാണാം. ഇത് ആനമുന്തിരി അല്ലെങ്കിൽ മുള്ളാത്ത എന്ന് പറയുന്നത്. പലയിടത്തും പല പേര് പറയും. ഇതിന് നല്ല രസമാണ് ഇതിന് കഴിക്കാൻ. ഒരു പുളി രസവും മധുരവും ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. ചിലവർ ഗ്യാസ് മിഠായിയുടെ ഒരു ഇതുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല സൂപ്പർ പഴമാണ്. ഒരു പഴമൊക്കെ 3 കിലോ ഒക്കെ വരെ ഉള്ള കായൊക്കെ ഉണ്ട്. 1.5 കിലോ, 2 കിലോ, 3 കിലോ വലിയ കായൊക്കെ പിടിക്കും. ചിലയിടത്തൊക്കെ ഇത് ചെറുതായിട്ട് പിടിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇത്തിരി നനവൊക്കെ വേണം. നല്ല ടേസ്റ്റുള്ള മുന്തിരി. ഒരു പഴവർഗ്ഗങ്ങളിലൊരു വേറൊരു ടേസ്റ്റാണ്. നല്ലൊരു പ്രത്യേക മോഡലാണ്. കാണാനും കൊള്ളാം, നല്ല രസമുണ്ട്. തലയെടുപ്പ് പോലെ നിൽക്കും. നല്ല വലിപ്പമുള്ള കായുണ്ട്. ഒരു മൂട്ടിലൊക്കെ ഒരു നല്ല വലിപ്പമുള്ള ചെടിയാണെങ്കിൽ കുറേ കായൊക്കെ കിട്ടും. എപ്പോഴും കായുണ്ടാവും. ഇത് സീസണൊന്നുമല്ല, ഏത് സമയത്തും കായാണ് ഇതിനകത്തുള്ളത്.